എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഹോളി ലാൻഡ് മറി ജോയ്സ് ആണ് കാണിക്കുക. അവിടെയാണെങ്കിൽ ആ റെവറി മീറ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് രാജ്യത്തുള്ള ഒരുപാട് കിങ്ങുകളും ക്വീനുകളും അവരുടെ അസിസ്റ്റൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു. മറി ജോയ്സ് ആണെങ്കിൽ എല്ലാവർക്കും വലിയൊരു അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നഗരങ്ങളിൽ ഒന്നാണ് മറി ജോയ്സ്. വന്നവരും പോയവരും നിന്നവരും എല്ലാവരും അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മറി ജോയ്സിന്റെ മുക്കും മൂലയിൽ നിന്ന് അതിന്റെ ഭംഗി അത് കണ്ട് ആസ്വദിക്കും. യൂഗോ കിങ്ഡത്തിലെ നമ്മുടെ കിങ് നെപ്റ്റ്യൂണ് ആളാണെങ്കിൽ ആളുടെ വൈഫിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഒട്ടയമയ്ക്ക് ഈ ഒരു റവറി മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഹ്യൂമൻസും ഫിഷ്മാൻസും ഒരുമിച്ച് ആ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താ, അവൾക്ക് ഈ ഒരു അസുലഭ നിമിഷം അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കട്ട് ചെയ്ത മറി ജോയ്സിൽ തന്നെയുള്ള ആ പാഞ്ചിയ കാസ്റ്റിൽ കാണിക്കും. അവിടെ സ്റ്റെല്ലി ആണെങ്കിൽ ആ കാസ്റ്റിന്റെ അകത്തേക്ക് വന്ന് അതിന്റെ മുഖം മൂലയിലുള്ള കാര്യങ്ങൾ അങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. അവന് ചുറ്റുമാണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസ് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ആയുധങ്ങള്, പഴയ ആയുധങ്ങള് ഒരു ഭാഗത്ത് അങ്ങനെ കൂന കൂട്ടി ഇട്ടിരിക്കുന്നത്, അതിന്റെ ഏറ്റവും മുകളിലായി ആ എംപ്റ്റി ത്രോൺ, അതെല്ലാം തന്നെ അവൻ കാണും. ഓ മൈ ഗോഡ്, അപ്പൊ ഇതാണോ എർത്തിന്റെ മിഡിൽ പോർഷൻ? എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഞാനിപ്പോ എവിടെയാ? എനിക്കിപ്പോ എന്താ സംഭവിക്കണേ? എങ്ങനെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഉടനെ ഒരു താടിക്കാരൻ അപ്പോപ്പനാണെങ്കിൽ കയ്യിലൊരു സ്ക്വാഡുമായിട്ട് അവന്റെ നേർക്ക് വരും. അവൻ ചോദിക്കും, ഞാൻ ആ ഒരു സിംഹാസനത്തിൽ ഒരു തവണ ഇരുന്നോട്ടെ? അതിനാളാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ആ ഒരു സീറ്റിൽ നീ ഒന്ന് തൊട്ടാ പിന്നെ നിനക്ക് തല കാണില്ല. അതെല്ലാവരും ഈ ലോകത്ത് ഈക്വലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിംഹാസനമാണ്. അവിടെ ആർക്കും ഇരിക്കാനോ തൊടാനോ ഉള്ള അവകാശമില്ല. ഫസ്റ്റ് 20 പേര് ക്രിയേറ്റ് ചെയ്ത ഒരു വേൾഡ് സിസ്റ്റം, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആ 20 ആയുധങ്ങൾ. ലോകത്തിന്റെ തന്നെ മിഡിൽ പോർഷനിലാണ് ആ ഒരു ത്രോൺ ഉള്ളത്. അതിന്റെ തന്നെ അവർ അത് 5ആയിട്ട് ഭാഗിച്ചെടുത്തിരിക്കുകയാണ്. അവരാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസ്. സെലസ്റ്റിയൽ ഡ്രാഗൺസിലെ ആ 5 എൽഡേഴ്സ് അവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഈ ലോകത്തിൽ നടക്കുക. ടെല്ലി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് എക്സൈറ്റഡ് ആയി ആ ഒരു ചെയറിലേക്ക് തന്നെ നോക്കുകയാണ്. ആ ചെയറിൽ അവനൊന്ന് ഇരിക്കാൻ സാധിച്ച ഈ ലോകത്തിന്റെ കിങ് അത് അവനായി മാറും. സോ അവനാണെങ്കിൽ ആർത്തിയോടെ അങ്ങോട്ട് തന്നെ നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഷിറഗോഷി പ്രിൻസസ് അവളാണെങ്കിൽ നിലവിളിക്കുകയാണ്. അവൾ ഏതോ ഒരു സെക്യൂരിറ്റി ഗാർഡ് പിടിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവനെ പറഞ്ഞയച്ച് മറ്റാരുമല്ല, ആ ചാർലസ്, സാക്ഷാൽ ആ ചാർലസ് സെലസ്റ്റിയൽ ഡ്രാഗൺ. അവൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കിങ് നെപ്റ്റ്യൂണാണെങ്കിൽ ഈ കാഴ്ച കണ്ട് കൺട്രോൾ പോവും. റബേക്കയും വിവിയും അവർ രണ്ടുപേരും വലിയ ഒച്ചയിൽ നിലവിളിക്കും, മര്യാദയ്ക്ക് ഞങ്ങളുടെ പ്രിൻസസ് ഷിറഗോഷിയെ അവൾ വെറുതെ വിട്. പക്ഷെ സായി ആണെങ്കിൽ അവരെ പിടിച്ചു നിർത്തുകയാണ്. ദയവ് ചെയ്ത് നീ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. ആ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവർ വിചാരിച്ച നമ്മുടെ ടെസ്റോസ് ഐലാൻഡ് അത് ഈസി ആയിട്ട് നശിപ്പിക്കാൻ പറ്റും. ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതെ അങ്ങനെ മാറി നിൽക്കുകയാണ്. ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവളുടെ അടുത്തേക്ക് വരും. അവളെ ഒരു പെറ്റായിട്ട് അവന്റെ കൂടെ നിർത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ സെക്യൂരിറ്റി ആണെങ്കിൽ സെറഗോഷി അങ്ങനെ പൊക്കിയെടുത്ത് നിലത്താഞ്ഞടിക്കും. അവള് വേദനയിൽ നിലവിളിക്കും. ലിയോയ്ക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. അവന് കൺട്രോൾ പോയി അവൻ ചാടി വരികയാണ്. കാരണം ഷിറഗോഷി അവള് ഒരു പ്രിൻസസ് ആണ്. അത് മാത്രമല്ല നമ്മുടെ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ നല്ലൊരു ഫ്രണ്ടും. അങ്ങനെയുള്ള അവളെ ഇത്തരത്തിൽ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നത് ഒരു കാരണവശാലും അവനെ കൊണ്ട് നോക്കി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത് കണ്ട് സായിക്കും അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനും നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ലിയോയുടെ കൂടെ അവനും ഉഷാറായിട്ട് ഓടുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവർ നിൽക്കില്ല. അടുത്ത നിമിഷം സൈഫർ ഫോളിലെ ഉച്ച അവിടേക്ക് വന്ന് അവർ രണ്ടുപേരെയും ചവിട്ടി തെറിപ്പിക്കുകയാണ്. അവന്റെ കൂടെ തന്നെ അവന്റെ അസിസ്റ്റൻസും ഉണ്ട്. ഇവരാണ് വേൾഡ് ഗവൺമെന്റിന്റെ തൊട്ടണ്ടറിൽ വർക്ക് ചെയ്യുന്നവര്. വേൾഡ് ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അത് ഇവരിലൂടെയാണ് ഇതുവരെ ഇംപ്ലിമെന്റ് ആയിട്ടുള്ളത്. ഇവർക്ക് 5 പേർക്കും ഒരു സ്പെഷ്യൽ യൂണിറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് നമ്പർ 0. അവരാണെങ്കിൽ എല്ലാവരോടുമായിട്ട് ദേഷ്യപ്പെട്ട് പറയും, ഒരാൾ പോലും സെലസ്റ്റിയൽ ഡ്രാഗൺസിനെതിരായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. ആക്ച്വലി നമ്മുടെ ലൂഫിയൻ ടീം അവർ ഒരു തവണ ഇവരുമായിട്ട് ഏറ്റുമുട്ടി ഇവരെ തോൽപ്പിച്ചതാണ്. അന്ന് ഇവർ കൊണ്ടുപോയത് സാക്ഷാൽ റോബിനെ ആയിരുന്നു. ഇന്ന് ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഷിറഗോഷിയാണ് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇവർക്ക് 5 പേർക്കും ഇപ്പൊ വീണ്ടും ഹയർ പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അവർ 5 പേരും ഒറ്റ സ്വരത്തിൽ തീർത്തു പറയും, സെലസ്റ്റിയൽ ഡ്രാഗൺസ് ദൈവങ്ങളെ പോലെയാണ്. അവരെന്താഗ്രഹിക്കുന്നോ അത് കൊടുത്തേ പറ്റൂ. അവർക്ക് വേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ഈ പ്രിൻസസിനെയാണ്. അവരത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊടുത്തേ പറ്റൂ. അത് കേട്ട് വിവിയാണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? അവള് ഒരു രാജ്യത്തിന്റെ തന്നെ പ്രിൻസസ് ആണ്. ഒരു കാരണവശാലും അവൾക്ക്
ഒരു സെലസ്ട്രിയൽ ഡ്രാഗന്റെ അണ്ടറിൽ പെറ്റായിട്ടിരിക്കാനൊന്നും കഴിയില്ല. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇവിടെ നെപ്റ്റ്യൂൺ കിങ്ങിന് ആൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു വിധി തൻ്റെ മകൾക്ക് വരുമായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും താൻ ഇവിടേക്ക് വരില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്ത അത് വലിയ അപകടമാണ്. മാത്രമല്ല എൻ്റെ മരിച്ചുപോയ വൈഫ് അവളോട് ചെയ്യുന്ന ഒരു തെറ്റായി അത് മാറുന്നൊക്കെ ചിന്തിച്ച് ആളങ്ങനെ തല താഴ്ത്തി നിൽക്കും. വിവിയാണെങ്കിൽ അപ്പോഴും വിടാൻ തയ്യാറാവില്ല. അവളാണെങ്കിൽ അവനെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് മര്യാദയ്ക്ക് സെറഗോഷിയെ മോചിപ്പിക്കാനായിട്ട് പറയും. അത് കണ്ട നമ്മുടെ നെപ്റ്റ്യൂൺ കിങ് ആളാണെങ്കിൽ വിവിയോട് പറയും, ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടി നീ ഒരുപാട് നേരമായി ഇവരോട് സംസാരിക്കുന്നു. ഇത്രയും സ്നേഹം ആരും തന്നെ ഇതുവരെ ഞങ്ങളോട് കാണിച്ചിട്ടില്ല. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് എൻ്റെ മകളുടെ ജീവനും ജീവിതവും തന്നെയാണ് പ്രധാനം. സോ ഈ പ്രശ്നത്തിൽ ആവശ്യമില്ലാതെ നിങ്ങൾ തലയിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തി നെപ്റ്റ്യൂൺ കിങ് ആണെങ്കിൽ ഇപ്പൊ അവരെ അടിക്കാനായിട്ട് കൈ ഓങ്ങാണ്. അത് കാണേണ്ട താമസം വിവി മുൻപിലേക്ക് കയറി വന്ന് അദ്ദേഹത്തെ തടയും. പ്ലീസ് ഡൈവ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്ത വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് പിന്നെ ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല. പക്ഷെ നെപ്റ്റ്യൂൺ കിങ് ആണെങ്കിൽ ആളുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. ഞാൻ ഇവരോട് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ അപമാനിച്ചതിൽ പ്രതികാരം ചോദിച്ച് തിരികെ ഞങ്ങളുടെ ഫിഷ്മാൻ ഐലാൻഡിലേക്ക് തന്നെ പോവും. എൻ്റെ ആൾക്കാർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ തന്നെയായിരിക്കും അവരോട് ഇനിയും പെരുമാറുക. എനിക്കൊരു കാരണവശാലും അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളുടെ വൈഫ് ക്വീൻ ഒട്ടഹിമ ആളോട് മനസ്സിൽ ക്ഷമ പറഞ്ഞ് കണ്ണു നിറച്ച് അവനെ ഇടിക്കാനായിട്ട് ഓടിയെത്തും. അത് കണ്ട് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ചാർലസ് അവനാണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ സെലസ്റ്റിയൽ ഡ്രാഗണായ എന്റെ തീരുമാനത്തെ എതിർക്കാൻ ശ്രമിക്കും. ഹൈപ്പർപോൾ സീറോ, ഇനി ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെ എല്ലാവരെയും തല്ലിക്കൊല്ല്. നെപ്റ്റ്യൂൺ ഫാമിലിയിലെ ആള് പോലും ഇനി ഇവിടെ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല എന്ന് അവൻ തീർത്ത് പറയും. ഇത് കേട്ട് സൈഫർ ഫോൾ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് നെപ്റ്റ്യൂൺ ആർമിക്ക് നേരെ വരികയാണ്. നെപ്റ്റ്യൂൺ കിങ്ങിന് നേരെ വരികയാണ്. നെപ്റ്റ്യൂൺ കിങ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയം ചാർലസിനെ വേറെ ആരോ ഒരാള് ആഞ്ഞടിച്ച് തെറിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു സെക്കൻഡ് അത് കണ്ട് ഞെട്ടും. ചാർലോസിനെ അടിച്ചത് മറ്റാരുമല്ല, നിയോസ്കാർഡ്. അവൻ മറ്റൊരു സെലസ്റ്റിയൽ ഡ്രാഗണാണ്. ഇപ്പോ ഷെറഗോഷിയെ വിടാനായിട്ട് പറയും. അതിനുശേഷം ചാർലസിന് വേണ്ടി എല്ലാവരോടും മാപ്പ് പറയും. ഇവ മറ്റാരുമല്ല, ഫിഷ്മാൻ ഐലാൻഡിലേക്ക് വന്ന് അവിടെയുള്ള ഫിഷ്മാൻസ് എല്ലാവരും ചേർന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ച അതേ സെലസ്റ്റിയൽ ഡ്രാഗണാണ്. ആ സമയത്ത് ക്വീൻ ഒട്ടഹിമെ അവളാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്. അദ്ദേഹമാണെങ്കിൽ കിങ് നെപ്റ്റ്യൂണിന്റെയും ആൾക്കാരുടെ മുൻപിൽ അങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. ഇവനെ പോലുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസ് കാരണം എല്ലാവർക്കും അപമാനമാണ്. അന്ന് ഞാൻ ബുദ്ധിയില്ലാത്ത ഒരു മൂടനായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങളോട് ചെയ്ത തെറ്റിന് ഞാൻ താണു വീണ് മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ യാതൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പറയുന്നത് കേട്ട് എല്ലാവരും അങ്ങനെ കാം ഡൗൺ ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ്